നിങ്ങൾ ഹെലൻ കെല്ലറിനെ കുറിച്ച് കേട്ടിരിക്കും. അമേരിക്കൻ എഴുത്തുകാരിയും വികലാംഗ അവകാശ അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയും പ്രഭാഷകയുമായിരുന്നു ഹെലൻ കെല്ലർ. ജനിച്ച് 19 മാസം പ്രായമായപ്പോൾ അസുഖത്തെ തുടർന്ന് കാഴ്ചയും കേൾവിശക്തി നഷ്ടപ്പെട്ടു. ആൻ സുലുവൻ എന്ന അധ്യാപകയാണ് പിന്നീട് എഴുത്തും വായനമൊക്കെ പഠിപ്പിച്ചത്. ഒരു ക്രിസ്മസ് ദിനത്തിൽ സാന്താക്ലോസ് നൽകിയ സമ്മാനങ്ങളെല്ലാം ഹെലനും കൂട്ടുകാരും പരിശോധിക്കുകയായിരുന്നു. ഹെലന് ലഭിച്ചത് വലിയ സമ്മാനങ്ങളായിരുന്നു, കൂട്ടുകാരിക്ക് ലഭിച്ചതാകട്ടെ ചെറിയ സമ്മാനങ്ങൾ. ഇത് അവൾക്ക് വലിയ സങ്കടമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയ ഹെലൻ തൻ്റെ വലിയ ഗിഫ്റ്റ് അവൾക്ക് കൈമാറി. അവളുടെ ടീച്ചർ ആൻ സുലുവൻ ഇത് കണ്ടിട്ട് എന്താണ് സ്നേഹമെന്ന ഹെലൻ്റെ നീണ്ടകാല സംശയത്തിന് ടീച്ചർ അവളുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ എഴുതി, ദിസ് ഈസ് ലവ്. അന്നുറങ്ങും മുൻപ് ഹെലൻ കെല്ലർ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു, ക്രിസ്മസ് ഇസ് എ ബർത്ത്ഡേ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ്. അതെ, ലോകത്തിനായുള്ള സ്വർഗത്തിൻ്റെ സമ്മാനമാണ്, കനിവാണ് ക്രിസ്മസ്. ആ കനിവിനെ സ്വർഗം വിശേഷിപ്പിക്കുന്നത് വചനമെന്നാണ്. ദൈവത്തോടു കൂടായിരുന്ന ആ വചനം ഭൂമിയിൽ മാംസം ധരിച്ചപ്പോൾ അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ക്രിസ്തുവിലൂടെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം തൻ്റെ ചങ്ക് പറിച്ചു തരികയാണ് ഇവിടെ. അങ്ങനെ സ്നേഹത്തിൻ്റെ ജന്മദിനം, ക്രിസ്തുവിൻ്റെ ജന്മദിനം ക്രിസ്മസായി മാറി. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സ്നേഹത്തോടെ നൽകുന്നതിൻ്റെ, വിട്ടുകൊടുക്കുന്നതിൻ്റെ നന്മ ആസ്വദിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് നമ്മൾ അതിനായിട്ട് ക്ഷണിക്കുകയാണ്, പിതാവായ ദൈവത്തെ പോലെ നൽകുന്നവരായി മാറുവാൻ. കാരണം പിതാവ് പുത്രനെ ലോകത്തിനായിട്ട് നൽകി. പുത്രനായ ദൈവത്തെ പോലെ നമുക്ക് ആകാം, മറ്റുള്ളവർക്ക് നമ്മത്തെ നൽകുവാൻ. കാരണം പുത്രനായ ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് തന്നെ നൽകി എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട്. ആയതിനാൽ ഈ ക്രിസ്മസിൽ നമുക്ക് നമ്മെ തന്നെ മറ്റുള്ളവർക്ക് നൽകുവാൻ പരിശ്രമിക്കാം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ഈ ക്രിസ്മസിൽ അങ്ങനെ ഒരു ചിയർഫുൾ ഗിവറായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. സോ ലെറ്റ് ദിസ് ക്രിസ്മസ് ബി ദ ബർത്ത്ഡേ ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു.